ഹലോ ചെങ്ങന്മാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഇന്ന് നല്ലൊരു ഞായറാഴ്ച വഴി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് രാവിലെ കേട്ടോ. വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ബീച്ചിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. 6:30 ആയിട്ടുണ്ട് സമയം കേട്ടോ. അപ്പോൾ അതാ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വേഗം നല്ലോണം കിടന്നുറങ്ങണമെന്ന്. പക്ഷേ അത് സമ്മതിക്കൂല കേട്ടോ മക്കൾ. കാരണം തിങ്കൾ മുതൽ ശനി വരെ അവർ മദ്രസയിൽ പോകുന്നതുകൊണ്ട് ഞായറാഴ്ച അതേ സമയത്ത് തന്നെ രണ്ടാളും എണീക്കിട്ടോ. അങ്ങനെ നമ്മളിതാ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ ഗോതിപ്പാലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ബീച്ചിലെത്തിയിട്ട്, അപ്പോൾ ആ ബീച്ചിലെത്തിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ കളിക്കരുത് എന്നാണ്. പക്ഷേ ഇതാ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിയിട്ടോ. ഇന്ന് കടലിന് ഭയങ്കര ശാന്തതായിട്ടോ, തിരമാലകളൊന്നും ഇല്ല. അതെന്താണെന്ന് ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടോ. അതാ നോക്കിക്കേ, കടലുണ്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് ഇതാ കുറച്ച് പ്രതീക്ഷിക്കാത്ത അതിഥികളെ നമ്മൾ അവിടുന്ന് കണ്ടിട്ടോ. അങ്ങനെ അതാ അസ്ലമി മിസ്സ്, ഫെബി മിസ്സ്, അവരുടെ ഹസ്ബൻഡോട് കേട്ടോ. അങ്ങനെ അവരെ പരിചയപ്പെട്ട് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ നമ്മളിതാ വന്നത് മുതൽ ഇതാ മക്കൾ പറയുന്നുണ്ട് അവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ, ഇതിൽ കയറണം എന്ന്. അങ്ങനെ ഇതാ അസ്ലമി മിസ്സും ഫെബി മിസ്സും വന്നില്ല കേട്ടോ. പേടിച്ചിട്ട് അസ്ലമി മിസ് ഇല്ലേ, മിസ്സിൻ്റെ മോള് ലാമി നമ്മളെ കൂടെ കൂട്ടിയിട്ട് അവളെ നമ്മളെപ്പോലെ തന്നെ എൻ്റർടൈൻമെൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് തോന്നുന്നുണ്ട്. ബാക്കി രണ്ടാളും പേടിച്ചിട്ട് നമ്മളെ ടാറ്റൊക്കെ പറഞ്ഞ് അവളെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചത്, കാരണം ബോട്ട് നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ അങ്ങോട്ട് മറിക്കും ഇങ്ങോട്ട് മറിക്കും, അങ്ങനെ നമുക്ക് മറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ട് മക്കളും അതുപോലെ തന്നെ ലാമിയും നല്ല എന്താ പറയുക എൻജോയ്മെൻറ്റിലാട്ടോ. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ അകത്തേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, മീനിൻ്റെ ചാകര കാണാൻ പറ്റുമോ, ഡോൾഫിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് കടൽ ഭയങ്കര ശാന്തതാണ്, അല്ലെങ്കിൽ തിരമാലൊക്കെ വന്നതിനെക്കാട്ടി നല്ല ഹരമായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ട്, പക്ഷേ കടൽ അപ്പോൾ രാവിലത്തെ ആ ശാന്തതയെ തന്നെ കേട്ടോ. എന്താ അറിയില്ല, തിരമാലയും ഇതിൻ്റെ പ്രതിഭാസം എന്താ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണം കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിതുവരെ ഇങ്ങനെ കടലിൻ്റെ നടുവിൽ ഇതുപോലെ ഇങ്ങനത്തെ ചെറിയ ബോട്ടിൽ പോയിട്ടില്ല കേട്ടോ. വലിയ ബോട്ടിൽ നമ്മൾ ഹൈദരാബാദിൽ പോയപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് ചുറ്റി നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാട്ടോ. കാരണം നല്ല രസമുണ്ട് കാണാൻ. കാരണം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ഗുഹൻ്റെ ഉള്ളിലൊക്കെ ഒരു പോയ പ്രതിനിധിയിട്ട്, കാരണം ചുറ്റോടും വെള്ളത്തിൽ നമ്മൾ മാത്രം അങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-12 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു ബോട്ടാട്ടോ. അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗം മാത്രമേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ, ബോട്ടൊന്ന് ചരിച്ചിട്ടൊക്കെ. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, വേറെയും കുറേ ഫാമിലീസും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇത് വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കേട്ടോ. അപ്പോൾ ആ കോഴിക്കോട് ബീച്ചിൽ ഒരു 7 മണി മുതൽ 5 മണി വരെ ഇത് ബോട്ടിംഗ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഒരാൾക്ക് 300 രൂപ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കയറി, കാരണം മക്കളെ ഹാപ്പി അല്ല നമ്മൾ ഹാപ്പി ആക്കുന്നില്ല. അവർക്ക് ഇങ്ങനത്തെ സാഹസികങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടുന്ന് എൻ്റെ മുഖം കണ്ടാൽ അറിയില്ല ഞാൻ നല്ല പേടിച്ചിരിക്കുക എന്നുള്ളത്. കാരണം സാൽക്കാർക്കും മക്കൾക്ക് രണ്ടാൾക്കും എല്ലാം നീന്താനറിയാം. എനിക്ക് നീന്താൻ പോയിട്ട് വെള്ളത്തിലിറങ്ങാൻ തന്നെ പേടിയാട്ടോ. പക്ഷേ അത് ഇങ്ങനെ റൈഡുകൾ അങ്ങനത്തേലൊക്കെ കയറാൻ ഭയങ്കര, എല്ലാത്തിലും ഞാൻ ഓടിപ്പോയി ഇങ്ങനെ കയറും കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 3 കിലോമീറ്ററൊക്കെ പോയി ചുറ്റി അടിച്ച് ഇതിപ്പോൾ നമ്മളിപ്പോൾ അവിടെ കരയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളെ പിടിക്കാൻ ആൾക്കാരും ഒക്കെ സജീവമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ലൈഫ് ഗാർഡുകൾ കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര.